So today in this video we are going to see another important feature of Java, or you can say inheritance is the one of the important property of object-oriented programming. As Java is a object-oriented programming language, always we may have to start from inheritance because it is one of the most important pillar of hope. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഇൻഹെറിറ്റൻസ്, കോൺസെപ്റ്റ് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്നത്, അത് ജാവയിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ജാവ സപ്പോർട്ട് ചെയ്യുന്നത്, ഇൻഹെറിറ്റൻസ് കൊണ്ടുള്ള എന്താണ് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ, ഇൻഹെറിറ്റൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ജാവയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. So we start from the concept of inheritance. Actually, inheritance is extending a class. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട്, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുകയും അതിനകത്ത് കുറച്ചുകൂടെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള സമയത്ത് സ്ക്രാച്ചിൽ നിന്ന്, അതായത് യു നീഡ് നോട്ട് റൈറ്റ് എ ക്ലാസ് ഫ്രം ദ സ്ക്രാച്ച് ഫ്രം ദ ബിഗിനിങ്. ഇൻസ്റ്റെഡ് യു ക്യാൻ റീയൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അനദർ ക്ലാസ് ഓൾറെഡി യു ഹാവ്, or a class that is been created by another programmer. അപ്പോൾ ഉള്ള ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ റീയൂസ് ഓഫ് കോഡാണ്. അതായത് ഓൾറെഡി ഒരു ക്ലാസ്, അതിനകത്തെ മെത്തേഡ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം, വീണ്ടും എഴുതാതെ തന്നെ നമുക്കതിനെ ഉപയോഗിക്കാം, ആ കോഡും ആ ഡേറ്റയും. അതാണ്, that is meant by reuse of code. So that is one of the advantage of using inheritance. ഇനി one class is allowed to inherit the features of another class. അപ്പോൾ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു ക്ലാസ്സിനകത്ത് ഡേറ്റയുണ്ട്, മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെമ്പർ ഡേറ്റയുണ്ട്, മെമ്പർ മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഫീൽഡും മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഫീൽഡ്സിനെയും മെത്തേഡ്സിനെയും മറ്റൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുക എന്നാണ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രാഥമിക തത്വം. അപ്പോൾ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ നമ്മൾ പേരൻറ്റ് ക്ലാസ് എന്നോ സൂപ്പർ ക്ലാസ് എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. ബേസ് ക്ലാസ് എന്നാണത് സാധാരണഗതിയിൽ അറിയപ്പെടുന്നത്. ബേസ് ക്ലാസ്സിൽ നിന്നും പുതിയതായി ഉണ്ടാക്കിയെടുക്കുന്ന ക്ലാസ്സിനെ നമ്മൾ സബ് ക്ലാസ് എന്നോ ചൈൽഡ് ക്ലാസ് എന്നോ ഡിറൈവ്ഡ് ക്ലാസ് എന്നോ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലാസ്സിൽ നിന്നും അതിനകത്തെ ഡേറ്റയെയും മെമ്പേഴ്സിനെയും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ ഡേറ്റയും പുതിയ മെത്തേഡ്സും ആഡ് ചെയ്തുകൊണ്ട് മറ്റൊരു പുതിയ ക്ലാസ് ഉണ്ടാക്കുക. സോ യു ആർ എക്സ്റ്റെൻഡിങ് ദ ഡെഫിനിഷൻ ഓഫ് എ ബേസ് ക്ലാസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡിറൈവ്ഡ് ക്ലാസ്. So if you see the concept of inheritance, you can see that it always resembles the real life situation. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്തുണ്ട് എന്ന് നോക്കിയാൽ, സപ്പോസ് യു ഹാവ് എ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് തന്നെയാണ് ഇവിടെയും, ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യു ഹാവ് എ പേരൻറ്റ്, യു ഹാവ് എ ചൈൽഡ്. പേരൻറ്റിനുള്ള അതേ ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ് അങ്ങനെ തന്നെ ചൈൽഡിന് കിട്ടുന്നു. അതോടൊപ്പം പുതിയതായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ചൈൽഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പേരൻ്റ് ക്ലാസ്സിലുള്ള ചില ചെറിയ ഫീച്ചേഴ്സൊന്നും ചൈൽഡ് ക്ലാസ്സിൽ ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. ദിസ് ഈസ് ദ എക്സിസ്റ്റിംഗ് ക്ലാസ്. ആ ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ്സിനെ നമ്മൾ നിർവചിക്കുന്നു. ഈ ക്ലാസ്സിനകത്തുള്ള പല ഡേറ്റയെയും പല മെത്തേഡ്സിനെയും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു പുതിയ ക്ലാസ്സിൽ കൂടുതലായി കുറേ ഡേറ്റയും കൂടുതലായി കുറേ ഫങ്ഷൻസും ആഡ് ചെയ്തുകൊണ്ട്. എക്സാമ്പിൾ ഇസ് ദാറ്റ് യു ഹാവ് എ വെഹിക്കിൾ. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരും, കുറേ വീലുകളുണ്ട്, ഗിയറുണ്ട്, ആക്സിലറേറ്ററുണ്ട്, ബോഡിയുണ്ട്, ഒരു ഫ്യൂവൽ ഉപയോഗിക്കും, അതിൻ്റെ മൈലേജ് ഉണ്ട്, അങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സ് ഉള്ളൊരു സാധനമാണ് വെഹിക്കിൾ. പക്ഷേ വെഹിക്കിളിൻ്റെ ആകൃതി എന്താണ് എന്ന്,
അല്ലെങ്കിൽ അത് ഏത് മോഡലാണ് എന്ന് ഒരു വെഹിക്കിൾ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സോ വെഹിക്കിൾ ആർ ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ 2 വീലർ എന്ന് പറയുന്ന ക്ലാസ്സും വെഹിക്കിളിൽ നിന്നും ക്രിയേറ്റ് ചെയ്തതാണ്. 4 വീലർ എന്ന് പറയുന്ന ക്ലാസ്സും വെഹിക്കിൾ ക്ലാസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്തതാണ്. 2 വീലറിൽ നിന്ന് തന്നെ വീണ്ടും നമ്മൾ 2 ക്ലാസ് ഉണ്ടാക്കുന്നു, സ്കൂട്ടർ, ബൈക്ക്. 4 വീലറിൽ നിന്നും കാറ്, ബസ്. സോ ഫ്രം വെഹിക്കിൾ ക്ലാസ് യു ആർ ക്രിയേറ്റിംഗ് 2 വീലർ ക്ലാസ്. ഫ്രം 2 വീലർ ക്ലാസ് യു ആർ ക്രിയേറ്റിംഗ് സ്കൂട്ടർ ക്ലാസ്. ദിസ് ഈസ് യുവർ പേരൻറ്റ് ക്ലാസ്. പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ്, ആ ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് വീണ്ടും ചിൽഡ്രൻ ക്ലാസ്സസ്. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ യു ക്യാൻ ഡിഫൈൻ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് സം വീൽസ്, ഇറ്റ് വിൽ ഹാവ് എ ഫ്യൂവൽ ടാങ്ക്, ഇറ്റ് വിൽ ഹാവ് ആക്സിലറേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. 2 വീലർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി, അതിൻ്റെ ഷേപ്പിൽ ഏകദേശം ഒരു ധാരണയും വന്നു, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി. 2 വീലർ. 2 വീലറിൽ നിന്ന് സ്കൂട്ടർ എത്തുമ്പോഴേക്കും ക്ലാരിറ്റി ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ആൻഡ് ദിസ് ബിക്കംസ് എ റിയൽ ലൈഫ് മോഡൽ. അപ്പോൾ ബാക്കിയെല്ലാം വെറും ഡിഫൈൻഡ് മോഡൽസ് മാത്രമാണ്. അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഡിറൈവ്ഡ് ക്ലാസിൻ്റെ രൂപത്തിലാണ്. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ഇൻഹെറിറ്റൻസിനെ പറയുമ്പോൾ കുറേയേറെ ടെർമിനോളജി നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ ഒരു പുതിയ കോൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് അപ്പോൾ പുതിയ ടെർമിനോളജി ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, വൺ ഈസ് സംതിങ് കോൾഡ് സൂപ്പർ ക്ലാസ്. നമ്മൾ കണ്ടു, ഏറ്റവും ബേസ് ക്ലാസ്സിൽ ഒരെണ്ണമുണ്ട്, ബേസ് ലെവലിലൊരു ക്ലാസ് ഉണ്ട്, അതാണ് ടെംപ്ലേറ്റ്. ഏതൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടെംപ്ലേറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ദ ക്ലാസ് ഹൂസ് ഫീച്ചേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ഈസ് നോൺ ആസ് സൂപ്പർ ക്ലാസ് ഓർ ബേസ് ക്ലാസ് ഓർ പേരൻറ്റ് ക്ലാസ്. ഏത് ക്ലാസ്സിൽ നിന്നാണോ പുതിയ ക്ലാസ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത്, ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ക്ലാസ്സിനെ നമ്മൾ സബ് ക്ലാസ് എന്ന് പറയുന്നു. ദ ക്ലാസ് ദാറ്റ് ഇൻഹെറിറ്റ്സ് ദ അതർ ക്ലാസ് ഈസ് നോൺ ആസ് സബ് ക്ലാസ്. അതിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്നും എക്സ്റ്റെൻഡഡ് ക്ലാസ് എന്നും ചൈൽഡ് ക്ലാസ് എന്നും ഒക്കെ പറയാറുണ്ട്. സബ് ക്ലാസ് ക്യാൻ ആഡ് ഇറ്റ്സ് ഓൺ ഫീൽഡ്സ് ആൻഡ് മെത്തേഡ്സ് ഇൻ അഡീഷൻ ടു ദ സൂപ്പർ ക്ലാസ് ഫീൽഡ്സ് ആൻഡ് മെത്തേഡ്സ്. പേരൻറ്റ് ക്ലാസ്സിൽ നിന്നും സ്വയമേവ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഡേറ്റയും അതിന് പുറത്തുള്ള മെത്തേഡ്സും കൂടാതെ നമുക്ക് സ്വന്തമായി സബ് ക്ലാസ്സിനകത്ത് കൂടുതൽ ഡേറ്റയും കൂടുതൽ മെത്തേഡ്സും ആഡ് ചെയ്യാവുന്നതാണ്. റീയൂസബിലിറ്റി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടത്. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് റീയൂസബിലിറ്റി. ഹൗ എന്നാണെങ്കിൽ whenever we are deriving a new class from an existing class, എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടോ ആ കോഡ് മുഴുവനും നമ്മൾ ഇവിടെ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം കുറച്ച് പുതിയ കോഡുകൾ കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ റീയൂസബിലിറ്റി ഓഫ് ഡേറ്റ ആൻഡ് റീയൂസബിലിറ്റി ഓഫ് മെത്തേഡ്സ് എന്ന് നമ്മളിതിനെ മാറ്റി നിർവചിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമ്മുടെ സമയലാഭം, അതുപോലെ തന്നെ ഡെഫിനിഷൻസിൻ്റെ കുറവ്, ഇതെല്ലാം നമുക്ക് റീയൂസബിലിറ്റി കൊണ്ട് ലഭിക്കുന്ന ചില നേട്ടങ്ങളാണ്. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. പലതരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അനുസരിച്ച് ഉണ്ട്. ഒന്ന് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. സിംഗിൾ ഇൻഹെറിറ്റൻസിൽ നമുക്ക് ഒരു സൂപ്പർ ക്ലാസ്സും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു സബ് ക്ലാസ്സും മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് യുവർ മെയിൻ ക്ലാസ്, ദിസ് ഈസ് യുവർ ഡിറൈവ്ഡ് ക്ലാസ്. ദാറ്റ് ഈസ് സംതിങ് കൊണ്ട് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒന്നിൽ കൂടുതൽ സബ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. 3 ക്ലാസ്സസ് ആർ ബീൻ ഡിറൈവ്ഡ് ഫ്രം സൂപ്പർ ക്ലാസ്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിന് കുറേ ചില പ്രോപ്പർട്ടീസ് വെച്ചിട്ട്, കുറേ ചില ഡേറ്റയും കുറേ ചില മെത്തേഡ്സും വെച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കി, വേറെ ചില ഡേറ്റയും വേറെ ചില മെത്തേഡ്സും വെച്ചിട്ട് അനദർ ക്ലാസ് ഈസ് ബീൻ ക്രിയേറ്റഡ്. Similarly, you can create many classes from an existing super class. That is hierarchical inheritance. Then you have multi-level inheritance, whereas from the super class you are creating a new class, child class. അതിൽ നിന്ന് ഗ്രാൻഡ് ചൈൽഡിനെയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ കുറച്ച് ആഡ് ചെയ്തും സബ് ക്ലാസ് 1 ഉണ്ടാക്കി, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് ഒരു പുതിയ ക്ലാസ് കൂടെ ഉണ്ടാക്കി, മൂന്നാമത്തെ ക്ലാസ്. സോ 3 ലെവൽ ഇൻഹെറിറ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. 1ൽ നിന്നും 2, 2ൽ നിന്നും 3. സോ ദിസ് ഈസ് സംതിങ് കോൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ആൻഡ് sometimes you have hybrid inheritance also. From super class you are creating subclass 1, from subclass you are creating subclass 2. എന്നിട്ട്
പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ നിന്നും ഒരു പേരൻ്റ് ഒരു സബ് ക്ലാസ് 3യെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് വൺ ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസ്, ദിസ് ഈസ് അനദർ ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ വൺ പാത്ത് ഓഫ് ഇൻഹെറിറ്റൻസ്, അനദർ പാത്ത് ഓഫ് ഇൻഹെറിറ്റൻസ്. ദിസ് ഈസ് കോൾഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ദെൻ യു ഹാവ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന് 2 പേരൻ്റ് ക്ലാസ് ഉണ്ട്, സൂപ്പർ ക്ലാസ് 1ഉം സൂപ്പർ ക്ലാസ് 2ഉം, അല്ലെങ്കിൽ 2 ബേസ് ക്ലാസ് ഉണ്ട്, ബേസ് ക്ലാസ് 1ഉം ബേസ് ക്ലാസ് 2ഉം. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഫീച്ചേഴ്സ് കടമെടുത്തുകൊണ്ട് പുതിയൊരു സബ് ക്ലാസ്സിനെ ഉണ്ടാക്കുന്നു. സോ ഹിയർ യു ഹാവ് 1 ചൈൽഡ് ക്ലാസ് ആൻഡ് മോർ ദാൻ 1 പേരൻ്റ് ക്ലാസ്. സോ ഇറ്റ് ഈസ് സംതിങ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇനി ഈ ഇൻഹെറിറ്റൻസിൽ സാധാരണഗതിയിൽ ഈ 5 ഇൻഹെറിറ്റൻസും നമ്മൾ പറയാറുണ്ട്. 5 ഇൻഹെറിറ്റൻസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനായിട്ട് തന്നെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ജാവയെ സംബന്ധിച്ചിടത്തോളം ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റിൽ നേരിട്ട് വരുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ കീഴിൽ നേരിട്ട് വരാത്ത രണ്ടെണ്ണമാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെയും ജാവയുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. C++ ലാംഗ്വേജിൽ ഈ പറയുന്ന എല്ലാ ഇൻഹെറിറ്റൻസും ഉണ്ട്. പക്ഷേ ജാവയിൽ വരുമ്പോൾ യു ഹാവ് ഓൺലി സിംഗിൾ ഹൈറാർക്കിക്കൽ ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇത് രണ്ടും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഈ 2 ഇൻഹെറിറ്റൻസിലും പല വഴിയിൽ കൂടെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡേറ്റ വരുന്നതായിട്ട് കാണാൻ പറ്റും, മെത്തേഡ്സും. അതായത് ക്ലാസ് 3-നകത്ത് സബ് ക്ലാസ് ചൈൽഡ് ക്ലാസ്സിനകത്ത് കുറച്ച് സബ് ക്ലാസ് 1-ലുണ്ട്, സൂപ്പർ ക്ലാസ്സിൻ്റെ കുറച്ച് മെത്തേഡ് സബ് ക്ലാസ്സിൽ 1-ലുണ്ട്, അതും ഉൾപ്പെടെ വേറെ കുറച്ച് സബ് ക്ലാസ് 2-ലുണ്ട്. ഇനി സബ് ക്ലാസ് നമ്മൾ സബ് ക്ലാസ് 1ഉം സബ് ക്ലാസ് 2-നെയും വീണ്ടും സബ് ക്ലാസ് 3-ലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുമ്പം സൂപ്പർ ക്ലാസ്സിലെ കുറച്ച് ഡേറ്റ സബ് ക്ലാസ് 1 വഴി വരികയും അതിൻ്റെ തന്നെ ചില കോപ്പീസ് വീണ്ടും മൾട്ടിപ്പിൾ കോപ്പീസായിട്ട് സബ് ക്ലാസ് 2-ൽ കൂടെ വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനെ ഒഴിവാക്കുന്നു. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൻ്റെ മറ്റൊരു ഭാഗമായ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെയും ജാവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ജാവയിൽ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ യു ഹാവ് സംതിങ് കോൾഡ് എക്സ്റ്റെൻസ് കീവേഡ്. എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻഹെറിറ്റൻസ് പ്രോഗ്രാമിംഗ് കോഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ക്ലാസ്, നമ്മുടെ പ്രോഗ്രാമിൽ സൂപ്പർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് കുറേ ഡേറ്റയും കുറേ മെത്തേഡ്സൊക്കെ ഉണ്ട്. ഇനി എങ്ങനെയാണ് സബ് ക്ലാസ് ഉണ്ടാക്കുന്നത് നോക്കുക. ക്ലാസ് സബ് ക്ലാസ്സിൻ്റെ പേര്, സബ് എന്ന് എഴുതിയിരിക്കുന്ന യൂസർ ഡിഫൈൻ നെയിമാണ്, എന്തെങ്കിലും ഒരു പേര് നമുക്കിവിടെ കൊടുക്കാം. സൂപ്പറിന് ഒരു ക്ലാസ്സിന് പേര് കൊടുത്തു, അതുപോലെ സബ് ക്ലാസ്സിനും ഒരു പേര് കൊടുത്തു. എക്സ്റ്റെൻസ് സൂപ്പർ എന്ന് വെച്ചാൽ സബ് ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തതാണ്, സബ് ക്ലാസ് സൂപ്പർ ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. വാട്ട് ഈസ് സൂപ്പർ? സൂപ്പർ ഈസ് ഓൾറെഡി ബീൻ ഡിഫൈൻഡ്. ഈ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുമ്പം രണ്ടാമത്തെ ക്ലാസ് ഡെഫിനിഷൻ പറയുന്നത് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേര്, എക്സ്റ്റെൻസ് പേരൻറ്റ് ക്ലാസ്സിൻ്റെ പേര്. എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡാണ് ചുരുക്കം പറഞ്ഞാൽ ഇൻഹെറിറ്റൻസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ജാവയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു, അതിനുശേഷം ഡിറൈവ്ഡ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോകുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസ് എക്സ്റ്റെൻഡഡ് ഫ്രം ബേസ് ക്ലാസ് ആണ്. അതാണ് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു സീ വൺ എക്സാമ്പിൾ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. ഇവിടെ നോക്കൂ, നമ്മൾ ക്ലാസ് കാൽ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ഡിഫൈൻ ചെയ്തു. ക്യാൽ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. അതിനകത്ത് ഒരു ഇൻറ്റീജർ വാല്യൂ ഉണ്ട്, പിന്നെ ഒരു മെത്തേഡുണ്ട്, ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഇത്രയാണ് ആ ക്ലാസ്സിനകത്ത് ഉള്ളത്. അതായത് ഇസഡ് എന്ന് പറയുന്ന ഡേറ്റയെ ഡിഫൈൻ ചെയ്യുന്നു, ഇൻറ്റീജർ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡേറ്റ മെമ്പറാണ്. ഇനി മെമ്പർ മെത്തേഡാണ് ആഡ്, വേറൊരു മെമ്പർ മെത്തേഡാണ് സബ്. ആഡിനകത്ത് എന്ത് ചെയ്യുന്നു, രണ്ട് വേരിയബിളിനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് ഡേറ്റയെ പാസ് ചെയ്ത് കിട്ടുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഇസഡ് എന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇസഡ് എന്ന് പറയുന്ന മെമ്പർ ഡേറ്റയുടെ അകത്ത് ഇസഡ് x+y എന്ന് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഇസഡിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സബ്
സബ് എന്ന് പറയുന്ന ക്ലാസ്സാണ്, സബ് എന്ന് പറയുന്ന മെത്തേഡാണ്. സബിൽ ചെയ്യുന്നത് എക്സ് മൈനസ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതും ഇസഡിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു, ഇസഡ് ഡിസ്പ്ലേ ചെയ്യുന്നു. നൗ ഇസഡ് ഡിഫൈൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാൽ സബ് ക്ലാസ്. ഇനി ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരാം. മൈക്യാലാണ് നിങ്ങളുടെ ഡിറൈവ്ഡ് ക്ലാസ്. മൈക്യാൽ എവിടെ നിന്നും ഡിറൈവ് ചെയ്തതാണ്? ക്യാൽ എന്ന് പറയുന്ന നിങ്ങൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് മൈക്യാൽ എക്സ്റ്റെൻസ് ക്യാൽ. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മൾ എന്ന് പറയുന്ന ഒരു, അപ്പോൾ നമുക്കറിയാം ക്യാലിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്താണ് മൈക്യാൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് ക്യാലിനകത്ത്? ക്യാലിനകത്ത് ഇസഡ് ഉണ്ട്, ആഡ് ഉണ്ട്, സബ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും എവിടെ കിട്ടും? മൈക്യാലിൽ കിട്ടും. മൈക്യാലിന് ഈ പറയുന്ന 3 കാര്യങ്ങളും, ബിക്കോസ് ഇത് ക്യാലിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ മൈക്യാലിനകത്തൊരു ഇസഡ് ഉണ്ട്, അതിനകത്തൊരു ആഡ് ഉണ്ട്, അതിനകത്തൊരു സബ് ഉണ്ട്. ഇത് കൂടാതെ മറ്റൊരു മെത്തേഡ് കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, മൾ എന്ന് പറയുമ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, അത് ഡിസ്പ്ലേ ചെയ്യുന്നു, ഇസഡിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. നൗ യു കം ടു ദ മെയിൻ പ്രോഗ്രാം. പബ്ലിക് മെയിൻ, അതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? എ ഇസ് ഈക്വൽ ടു 20 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മൈക്യാൽ നം, നിങ്ങളൊരു എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഒബ്ജക്റ്റിനെ എന്തുപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നു? ഡിറൈവ്ഡ് ക്ലാസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നു. അപ്പം നമ്മിൽ എന്തൊക്കെയുണ്ട്? ഇസഡ് ഉണ്ട്, ആഡ് ഉണ്ട്, സം ഉണ്ട്, മൾ ഉണ്ട്. നം ഡോട്ട് ആഡ് എ കോമ ബി. നം ഡോട്ട് ആഡ് എ കോമ ബി എന്ന് പറയുമ്പോൾ ബേസ് ക്ലാസ്സിലെ ആഡ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു, അങ്ങോട്ടേക്ക് എയും ബിയും പാസ് ചെയ്യുന്നു, എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇസഡിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. നം സബ് എ ബി, നം ഉപയോഗിച്ച് സബിനെ കോൾ ചെയ്യുന്നു, എയും ബിയും പാസ് ചെയ്യുന്നു, എയും ബിയും എയിൽ നിന്നും ബി സബ്ട്രാക്ട് ചെയ്ത് വാല്യൂ സ്റ്റോർ ചെയ്തു ഇസഡിൽ, എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റും മൾ എവിടത്തെയാണ്? ഇതേ ക്ലാസ്സിൽ തന്നെയുള്ളതാണ്. മറ്റത് രണ്ടും അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടിയതാണ്. മൾട്ടിപ്ലിക്കേഷൻ എക്സ് ഇൻറ്റു വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാം ഇൻ ദ യൂസിങ് ദ ഇൻഹെറിറ്റൻസ് കോൺസെപ്റ്റ്. അപ്പോൾ എക്സ്റ്റെൻസ് ഈസ് ദ കീവേഡ് യൂസ്ഡ് ഫോർ ഇൻഹെറിറ്റൻസ്. ഇനി സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നുണ്ട്, ദിസ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്. ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് ബേസ് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ സൂപ്പർ എന്ന് എഴുതിയാൽ അതിനർത്ഥം ബേസ് ക്ലാസ്സിനെ ആണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് ദിസ് എന്ന് പറയുന്ന കീവേഡ് എഴുതിയാൽ അതിനർത്ഥം ഈ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്നാണ്. ഇപ്പോൾ നിൽക്കുന്ന ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിലുള്ള ഓബ്ജക്റ്റിനെയാണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നോ ആ ക്ലാസ്സിൻ്റെ രൂപത്തിലുള്ള ഒബ്ജക്റ്റിനെ അത് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബേസ് ക്ലാസ്സിൽ നിന്ന് സൂപ്പർ ക്ലാസ്സിൻ്റെ ഡേറ്റയോ അല്ലെങ്കിൽ മെത്തേഡിനെയോ എടുക്കണമെങ്കിൽ നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. കൺസ്ട്രക്ടർ ഫങ്ഷൻസിനെയും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇനി ദിസ് എന്ന് പറയുന്ന കീവേഡ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ദ കറൻറ്റ് ക്ലാസ്. ഒരു എക്സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ക്ലാസ് ബേസ്, ആ ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒരു ഡിറൈവ്ഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കുന്നു. അത് ബേസിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് മെത്തേഡ് 1 ഉണ്ട്. ആ മെത്തേഡ് 1ൽ കുറേ കോഡൊക്കെ എഴുതിയിട്ടുണ്ട്, കുറേ ഡേറ്റയും ഉണ്ട് ഇതിനകത്ത്. ഇനി ഡിറൈവ്ഡ് ക്ലാസ്സിൽ മെത്തേഡ് 2 ഉണ്ട്. ആ മെത്തേഡ് 2വിനകത്തും കുറേ കോഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കോഡ് കാണാൻ പറ്റും, സൂപ്പർ ഡോട്ട് മെത്തേഡ് 1 എന്ന് വെച്ചാൽ മെത്തേഡ് 2 എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിലെ മെത്തേഡ് മെയിൻ ക്ലാസ്സിലെ മെത്തേഡായ മെത്തേഡ് 1നെ കോൾ ചെയ്യുന്നത് സൂപ്പർ ഡോട്ട് മെത്തേഡ് 1 മീൻസ് ഇവിടെ നിന്നുകൊണ്ട്, ഈ ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ പേരൻറ്റ് ക്ലാസ്സിൽ പോയി ആ ക്ലാസ്സിനകത്തെ മെത്തേഡിനെ കോൾ ചെയ്യുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ മെത്തേഡ് 2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെത്തേഡ് 1 കോൾ ചെയ്യപ്പെടാൻ സൂപ്പർ ഡോട്ട് മെത്തേഡ് 1 എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് സൂപ്പർ കീവേഡ്. ഇറ്റ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ദ ബേസ് ക്ലാസ് ഡേറ്റ or method or constructor functions. So let us continue the concept of inheritance in the remaining classes.